ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 53 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ അർത്ഥം സഹിതം നോക്കി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 54, 55, 56 ഈ 3 ശ്ലോകങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇനി യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. തൻ്റെ ബന്ധുക്കളോടും ഗുരുജനങ്ങളോടും തനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ നരകത്തിൽ പോകും. ഇതിലും ഭേദം എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോകുന്നതാണ് നല്ലത് എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. അങ്ങനെ ആത്മാവിനെ പറ്റിയും മനുഷ്യൻ്റെ ജന്മാന്തരങ്ങളെ പറ്റിയും കർമ്മങ്ങളെ പറ്റിയുമൊക്കെ ഭഗവാൻ ഉപദേശിച്ച് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അർജുനന് ഒരു സംശയം. എന്താണ് അർജുനൻ്റെ സംശയം എന്ന് നമുക്ക് നോക്കാം. 54-ാമത്തെ ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീം കീം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ എന്താണ് അതിൻ്റെ അർത്ഥം? ഏകാഗ്രമായ അറിവ്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. കാ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാ എന്നാൽ എന്ത്, ഭാഷ വിവരണം. സമാധിസ്ഥസ്യ അർത്ഥം സമാധി എന്ന അവസ്ഥ. കേശവ അല്ലയോ കേശവ. സ്ഥിതധീം ഹീം അർത്ഥം സുസ്ഥിരമായ അറിവ്. കീം എന്ത് അല്ലെങ്കിൽ എങ്ങനെ. പ്രഭാഷേത സംഭാഷണം. കിമ എന്ത് അല്ലെങ്കിൽ എങ്ങനെ. ഇത് രണ്ടും കിമ എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട്. അസീത സ്ഥിതി ചെയ്യുക. വ്രജേത സഞ്ചരിക്കുക. കിം എന്ത്. അർത്ഥം, ശ്ലോകാർത്ഥം: അല്ലയോ കേശവ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? എന്ത് സംസാരിക്കും, എങ്ങനെ സ്ഥിതി ചെയ്യും, എങ്ങനെ സഞ്ചരിക്കും? ഇതാണ് അർജുനൻ്റെ ചോദ്യം. അതായത്, അല്ലയോ കേശവ, ഏകാന്തതയിൽ ബ്രഹ്മനിഷ്ഠനായി കഴിയുന്ന സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമായി മറ്റുള്ളവർ പറയുന്നത് എന്തൊക്കെയാണ്? സ്ഥിതപ്രജ്ഞൻ മറ്റുള്ളവരോട് സംസാരിക്കുമോ? അദ്ദേഹം ഇരിക്കുന്നതെങ്ങനെ, നടക്കുന്നതെങ്ങനെ? ഇതാണ് അർജുനൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. അതായത്, കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മബന്ധങ്ങളെല്ലാം ത്യജിക്കണം, എന്നിട്ട് മോചിതരായി, അതിനകത്തുനിന്നുമെല്ലാം മോചിതരായിട്ട് ദോഷരഹിതമായ പരമപദത്തെ പ്രാപിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സ് ചിന്തിക്കേണ്ടത്. അതുപോലെ മോഹവലയത്തിൽ നിന്നെല്ലാം നമ്മുടെ ബുദ്ധി അതിനകത്തു നിന്നും മാറി പരമമായ ഈശ്വര ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. ലൗകിക ജീവിതം നയിക്കുമ്പോഴും നമ്മൾ സമാധി എന്ന അവസ്ഥയിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത്, സാധാരണ മനുഷ്യരല്ലേ, അവർക്ക് ഈ കർമ്മബന്ധങ്ങളിൽ നിന്നുമൊക്കെ എങ്ങനെ മോചനം ലഭിക്കും? ബന്ധുക്കളോട് സ്നേഹമുണ്ടാകും, ദോഷം അല്ലെങ്കിൽ സ്വർഗം, നരകം, പാപം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞിട്ട് പരമപദം മാത്രമായി അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? കാരണം നമുക്ക് കുടുംബ ബന്ധങ്ങളില്ലേ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുടുംബ ബന്ധങ്ങളുണ്ട്, അമ്മ, അച്ഛൻ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? എല്ലാത്തിനെയും, സുഖത്തിനെയും ദുഃഖത്തിനെയും എല്ലാം നമുക്ക് എങ്ങനെ ഒരുപോലെ കാണാനായിട്ട് പറ്റും? അങ്ങനെയുള്ളവരെങ്ങനെയാണ് സന്യാസിമാരായിട്ടിരിക്കുന്നത്? സമാധി എന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്? അങ്ങനെയൊക്കെയാണ് അർജുനൻ ചോദിക്കുന്നത്. ഇങ്ങനെ അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ എന്താണ് പറയുന്നത്?
ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥഃ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിത പ്രജ്ഞസ്തതോ ഉച്യത്തെ. പ്രജഹാതി ഉപേക്ഷിക്കുക, യഥാ എപ്പോൾ, കാമാൻ ആഗ്രഹങ്ങളെ, സർവാൻ എല്ലാം, പാർത്ഥ അർജുനൻ, മനോഗതാൻ മനസ്സിലുള്ളത്, ആത്മന്യേ ആത്മാവിനാൽ, ഏവ ഒന്നുമാത്രം, ആത്മന ആത്മാവിൽ തന്നെ, തുഷ്ടഃ തൃപ്തിയോടെ, സ്ഥിതപ്രജ്ഞ ഏകാഗ്രമായ അറിവ്, സ്തദാ അപ്പോൾ, ഉപച്യതേ പറയപ്പെടുന്നു. ശ്ലോകാർത്ഥം എന്താണ്? അല്ലയോ അർജുന, മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം ഉപേക്ഷിച്ച് ആത്മാവിനാൽ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ഇവിടെ സ്ഥിതപ്രജ്ഞൻ ആരാണ് എന്ന് ഭഗവാൻ കൃത്യമായി അർജുനന് പറഞ്ഞുകൊടുക്കുന്നു. അല്ലയോ അർജുന, എപ്പോൾ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുന്നുവോ അപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ. നമുക്കൊന്നും സാധിക്കുകയില്ല ഇല്ലേ അങ്ങനെ സ്ഥിതപ്രജ്ഞനാവാൻ. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്, തീരണ്ട അതിനു മുമ്പ് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പുറകിന്. വല്ലതും നേടുമോ? ഒന്നും നേടത്തുമില്ല. പക്ഷെ ഓട്ടം തന്നെ ഓട്ടം. കുറേയൊക്കെ കിട്ടും, കുറേയൊന്നും കിട്ടില്ല. നമ്മുടെ മനസ്സിന് ഒരിക്കലും മരണം വരെ ഒരു സമാധാനമില്ല, സന്തോഷമില്ല, തൃപ്തിയില്ല. ഒന്ന് മാറുമ്പം വേറൊന്ന് അല്ലേ? ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യന്. പക്ഷേ ഭഗവാൻ പറഞ്ഞത് എന്താണ്? സ്ഥിതപ്രജ്ഞൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയുള്ള ആളാണ്? മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുന്നുവോ ഏതൊരുവനാണോ അങ്ങനെ ചെയ്യുന്നത് അവൻ അപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്നും ഈ ജന്മത്ത് അങ്ങനെ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ആനന്ദം നമുക്കൊട്ട് ലഭിക്കാനും പോകുന്നില്ല. എന്നാലും ഒന്ന് പരിശ്രമിച്ചു നോക്കാം അല്ലേ? ദുഃഖേഷ അനുദിഗ്മനഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർ മുനിരുച്യത്തെ. ശ്ലോകം 56. ഭഗവാൻ വീണ്ടും പറയുകയാണ്, ദുഃഖേഷു അർത്ഥം ദുഃഖത്തിൽ, അനുദിഗ്നമനഃ അർത്ഥം ഉറച്ച മനസ്സ്, സുഖേഷു സുഖത്തിൽ, വിഗതസ്പൃഹ കൊതിക്കാതിരിക്കുക, വിഗതസ്പൃഹ കൊതിക്കാതിരിക്കുക, വീതരാഗഭയക്രോധ ഭയം, രാഗം, ക്രോധം എന്നിവയിൽ നിന്ന് അകന്ന്, സ്ഥിതധി ഏകാഗ്രതയോടെ, മുനി സന്യാസി, ഉപച്യത്തെ വിളിക്കപ്പെടുന്നു. ശ്ലോകാർത്ഥം സുഖദുഃഖങ്ങൾ ഒരുപോലെ അനുഭവിക്കുന്നവനും രാഗഭയക്രോധം ഇല്ലാത്തവനുമായ പുരുഷനെ സ്ഥിതപ്രജ്ഞനായ മുനി എന്ന് വിളിക്കുന്നു. വീണ്ടും സ്ഥിതപ്രജ്ഞൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ദുഃഖങ്ങളിൽ വ്യാകുലനാകാതെയും സുഖങ്ങളിൽ തൽപരനാകാതെയും രാഗം, ഭയം, ക്രോധം എന്നിവ ഏഷാതെയും മൗനിയായും വർത്തിക്കുന്നയാൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. നമ്മളെ കൊണ്ട് സാധിക്കുമോ അങ്ങനെ സ്ഥിതപ്രജ്ഞനാകാൻ? നമുക്ക് ദുഃഖം വന്നാൽ പിന്നെ നമ്മൾ എഴുന്നേക്കില്ല കട്ടിലേന്നല്ലേ,
അത്ര സങ്കടമാണ്. പിന്നെ എല്ലാവരോടും നമുക്കങ്ങ് ദേഷ്യമാണ്. സുഖം വന്നാലോ പിന്നെ പറയണ്ട, അഹങ്കാരം അങ്ങ് കൊടുമുടി കയറും. പിന്നെ നമ്മുടെ വിചാരം എന്താ? ഈ സുഖം ഒരിക്കലും അവസാനിക്കത്തില്ല, ഞാൻ തന്നെ വലിയ ആള്, എൻ്റെ സാമർഥ്യം കൊണ്ട് എനിക്കിതൊക്കെ ലഭിച്ചു, ബാക്കിയുള്ളവരൊക്കെ മോശക്കാർ അല്ലേ, എൻ്റെ ഈ സുഖം എനിക്കിനി ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. ഇതാണ് പിന്നത്തെ ചിന്ത. രാഗം, ഭയം, ക്രോധം ഇതെല്ലാം വേണ്ടുവോളം നമുക്കുണ്ട് അല്ലേ. മിണ്ടാതിരിക്കുമോ? ഇല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ട്. ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ള ആളുകളൊന്നും സ്ഥിതപ്രജ്ഞനല്ല. അങ്ങനെ ആകണം നമ്മളെന്നാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സാധിക്കുമോ നമ്മളെ കൊണ്ട് അങ്ങനെ? കുറച്ചൊക്കെ ഒന്ന് ശീലിക്കുക. അങ്ങനെ ശീലിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ മനസ്സിന് ശാന്തത കൈവരികയുള്ളൂ. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്തും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല, ആശങ്കകളാണ്. മനസമാധാനത്തോടെ ഒന്ന് മരിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും പറ്റില്ല. കുറേയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കുക. അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? ഈശ്വര ഭജനം. ഭഗവാനെ അങ്ങ് സ്നേഹിക്കുക. എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുക. ഭഗവാന്റെ ഭക്തരുടെ കഥകൾ കേൾക്കുക. അവരെങ്ങനെയാണ് ഭഗവാനെ സ്നേഹിച്ചത്, അവർക്ക് വിഷമം വന്നപ്പോൾ അവരെങ്ങനെ അതിനെ തരണം ചെയ്തു, ഇതൊക്കെ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോയാൽ കുറച്ചൊക്കെ ഭഗവാൻ പറഞ്ഞ അവസ്ഥയിലൂടെ നമുക്ക് സഞ്ചരിക്കുന്നതിനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ഭഗവാൻ അർജുനന് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഭഗവത്ഗീത നിർബന്ധമായും പഠിക്കണം. അമ്പലങ്ങളിലൊക്കെ പല അമ്പലങ്ങളിലും ഇപ്പോൾ ഭഗവത്ഗീതയുടെ ക്ലാസ്സൊക്കെ ഉണ്ട് അല്ലേ. പലപ്പോഴും നമുക്ക് പോയി ഇരുന്ന് അത് കേൾക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ആ സമയത്ത് മറ്റു പല കാര്യങ്ങളുമായിരിക്കും. ഇപ്പം ഇങ്ങനെ വീഡിയോ ആകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, എപ്പോഴാണോ നിങ്ങൾക്കിഷ്ടം ആ സമയത്ത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. വീണ്ടും വീണ്ടും കേൾക്കണമെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുകയും ചെയ്യാം. അതൊരു ഉപകാരമല്ലേ? ആ ഉപകാരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയാനായി ശ്രമിക്കുക. നാമജപം ജീവിതത്തിൻ്റെ ശീലമാക്കുക. ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.